ചേച്ചി ചേച്ചി മാറ്. അയ്യോ ചേച്ചി ചേച്ചി അയ്യോ എന്തെങ്കിലും പറ്റിയോ? സാറേ, ഇവളുടെ അമ്മ ഒരു പോലീസുകാരിയായിരുന്നു. സാധാ പോലീസുകാരി, IPS ഒന്നും അല്ല. അതിനുശേഷം ആ കുടുംബത്തിൽ കാക്കി വേഷം കേറ്റിയിട്ടേ ഇല്ല. അതെ, ഒരു പാറ്റയെ കണ്ട പേടിച്ചോടുന്ന ആളാ ഇവള്. ഇവളെങ്ങനെ IPS ആവാനാ? പിന്നെ പഠിച്ചത് കൂടി പോയതുകൊണ്ട് ഇവിടെ ഒന്നും അഡ്മിഷൻ കിട്ടാതെ ഏതോ കാട്ടുമുക്കിലെ കോളേജിലാ പഠിച്ചത് തന്നെ. എന്നിട്ടിപ്പോ സ്കൂളിലെ ടീച്ചറായിട്ട് നടക്കുന്നു. അഷിത, നിർത്തിക്കേ. നിന്നോടിപ്പോ ഇതൊക്കെ ഇവിടെ ആരെങ്കിലും പറയാൻ പറഞ്ഞോ? സാറിന് തെറ്റിപ്പോയതാണെന്ന് സാർ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ നിൽക്കുന്നേ? മാഡം, ഞങ്ങൾ എങ്ങനെയാ പ്രൊട്ടക്ഷൻ നൽകേണ്ടെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. സാർ, അത് വീട്ടിലെ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ നിർത്തുന്നതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇനി മുൻപ് സംഭവിച്ച രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നത് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തുള്ള നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കാൻ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്യാം. പിന്നെ മഫ്തിയിൽ ഈ ഭാഗത്ത് ഡ്യൂട്ടിക്കിടാൻ എന്റെ ആൾക്കാരെ ഏർപ്പാടാക്കാം. അത് മതി സാർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ശരി സാർ. ബിനു സാർ, സെക്യൂരിറ്റി ഫോഴ്സ് വേണ്ടെന്നാ അവര് പറഞ്ഞിരിക്കുന്നേ. സാർ, തൽക്കാലം നമുക്ക് പോവാം. ഓക്കെ സാർ. അയ്യോ, IPS നീ എന്നാടെ IAS ആവുന്ന? ഞാൻ ടീച്ചറായിട്ട് തന്നെ. ടീച്ചർ നടക്ക്. വാ വാ മോളെ. ഡോക്ടറെ കാണോ? താരയാണല്ലോ നാശം. പെൻഡ്രൈവിന്റെ കാര്യം ചോദിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഇനി എന്ത് പറയും? ഹലോ മാഡം. എന്താ യശിത, പെൻഡ്രൈവിന്റെ കാര്യം? ഇല്ല മാഡം, അതിന് പറ്റിയ സിറ്റുവേഷൻ നോക്കുമോ ഞാൻ. പൂർണിമേച്ചി അത് എവിടെയോ സേഫ് ആയിട്ട് വെച്ചിരിക്കാന്നാ തോന്നുന്നേ. എന്താ അഷിത ഇത്? നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ്. പൂർണിമ ആ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കിട്ടണം. അതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഇതെങ്ങനെ കണ്ടെത്തുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. എങ്ങനെയായാലും ഇന്ന് രാത്രിക്ക് മുമ്പ് എനിക്ക് ആ പെൻഡ്രൈവ് കിട്ടിയേ പറ്റൂ. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് പൂർണിമ ഇന്ന് ഓഫീസിലേക്ക് പോകാൻ പാടില്ല എന്നതാ. പൂർണിമ ചെന്നാൽ മാത്രമേ ആ തെളിവുകൾ ടെലികാസ്റ്റ് ചെയ്യൂ. എനിക്ക് മനസ്സിലായി. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നീ കൂടുതൽ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാനൊരു ഐഡിയ പറയാം. എന്താ ഐഡിയ? സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ നടക്കുമെന്നറിയില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. വിളിക്കണ്ടായിരുന്നു. ഇതിപ്പോ എനിക്ക് തന്നെ പണിയായി. ആ പെൻഡ്രൈവ് ഞാൻ ഇനിയിപ്പോ എങ്ങനെ എടുത്തു കൊടുക്കും? പൂർണിമ
ചേച്ചി ഓഫീസിലേക്ക് പോവാതെ ഞാൻ എങ്ങനെ തടഞ്ഞു നിർത്താനാ? അത് ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇത്തരം സെൻസിറ്റീവായ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ ശരിയാവില്ല. ഓ, ക്ലയൻസിനെ എല്ലാം വിളിച്ച് ഉടനെ തന്നെ ഒന്ന് സംസാരിക്കണം. ബ്രേക്കിംഗ് ന്യൂസിനിടയിൽ കൊടുക്കേണ്ട പരസ്യത്തിന്റെ കാര്യം മാർക്കറ്റിംഗ് ടീമുമായിട്ട് കോർഡിനേറ്റും ചെയ്യണം. ഇവക്ക് എവിടെയെങ്കിലും നിന്ന് ഫോൺ ചെയ്തൂടെ? അയ്യോ ചേച്ചി, ചേച്ചി, അയ്യോ, എന്തേലും പറ്റിയോ? ചേച്ചി, എന്തേലും പറ്റിയോ? ചേച്ചി, കാലിന് എന്തേലും പറ്റിയോ? കാലൊന്ന് ഉളിക്കാൻ തോന്നുന്നു ദുർഗ. നല്ല വേദന.